സൂറത്തു അൽ കഹ്ഫ് 18-ാമത്തെ അധ്യായത്തിലെ 31 ആയത്തുകൾ നമ്മൾ പഠിച്ചു. 32-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ മനസ്സിന് സമാധാനവും ആശ്വാസവും പ്രതീക്ഷയും പകരുന്ന, നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കുന്ന, നമ്മുടെ പരലോകത്തെ ധന്യമാക്കുന്ന പ്രചോദനങ്ങളും പ്രേരണകളുമാണ് വിശുദ്ധ ഖുർആൻ പഠനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ലുത്തുഫ്, അള്ളാഹുവിൻ്റെ വാത്സല്യം, സ്നേഹം, കാരുണ്യം അത് വിവിധ തലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ചില കാര്യങ്ങൾ അള്ളാഹു നമ്മളോട് ചെയ്ത അനുഗ്രഹമല്ലാത്ത, സ്നേഹമല്ലാത്തതായി നമ്മൾ കാണുന്നു. പക്ഷേ അത് നമ്മളുടെ സ്നേഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന മനോഹരമായ ഒരു ഉപമയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഒന്ന് ഓതാം, അതിനുശേഷം നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولن تظلم منه شيئا وفجرنا خلالهما نهرا وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. 32, 33, 34, 35, 36 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 32 മുതൽ 36 വരെയുള്ള ആയത്തുകൾ. നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, സാമ്പത്തിക രംഗത്ത് വളരെ പ്രാരാബ്ധവും പ്രതിസന്ധിയും അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഇടപെടലുകളെ കൊണ്ടോ അല്ല, സ്വാഭാവികമായി വന്നിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, അത് രോഗം കൊണ്ടാവാം, മറ്റു ബുദ്ധിമുട്ടുകളെ കൊണ്ടാവാം വന്നിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ അവരൊക്കെ അങ്ങേയറ്റം ഭക്തിയോടുകൂടെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകളുമാണ് താൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ഞാൻ അള്ളാഹുവിന് വിധേയമായി ജീവിച്ചിട്ടും എനിക്ക് എന്തേ ഇങ്ങനെ വരാൻ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അള്ളാഹു ചില ആളുകൾക്ക് സാമ്പത്തിക രംഗത്ത് വയഖദർ, അവനതിനെ പരിമിതപ്പെടുത്തി കൊടുക്കും. ആ പരിമിതപ്പെടുത്തി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ ഹിദായത്തിനെ നിലനിർത്താനായിരിക്കാം. ഒരു പക്ഷേ അയാളുടെ വ്യക്തിപരമായ അവസ്ഥ പ്രകാരം അയാൾ നല്ലൊരു സമ്പന്നനാവുകയാണെങ്കിൽ അയാൾക്ക് പരലോകം നഷ്ടപ്പെട്ടു പോകും. കാരണം അയാളുടെ കാഴ്ചപ്പാടുകൾ മാറും, ചിന്താഗതികൾ മാറും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരലോകത്ത് ഗുണമുദ്ദേശിച്ചുകൊണ്ട് അവനോടുള്ളൊരു ലുത്തുഫ്, സ്നേഹം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഭയങ്കര സമ്പന്നന്മാരായിരിക്കും, പക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ വളരെ പരിമിതമായ പോക്കറ്റ് മണിയെ കൊടുക്കുള്ളൂ. നമ്മളിതില്ലാഞ്ഞിട്ടല്ലത്. നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, പക്ഷെ അവന് താക്കോൽ കൊടുക്കാൻ നമുക്ക് ചെറിയൊരു പേടിയാണ്. എന്താ അറിയോ, ഈ സമയത്ത് അവൻ്റെ കയ്യിൽ പണം വന്നാൽ തീർച്ചയായും അവൻ നശിച്ചു പോകുന്നതാണ്. അത് അവനോടുള്ള ഒരു ക്രൂരതയാണ്.
എന്താ വാപ്പ എത്ര വലിയ പൈസ ഉണ്ടായിട്ടും മകന് കൊടുക്കാതിരിക്കുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും അനുഭവങ്ങൾക്കും അവസരങ്ങളെ നിരാകരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അതവന് കൊടുത്താവൻ നശിച്ചു പോകും. അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകും എന്നതുകൊണ്ട് അള്ളാഹു തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അത് അവനോടുള്ളൊരു വാത്സല്യവും കാരുണ്യവുമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ആയത്തിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി യുരീദൂന വജ്ഹ. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പം നിന്നെ മനസ്സിനെ നീ പിടിച്ചു നിർത്തണം. ആ സാധുക്കളെ, പാവപ്പെട്ടവരെ, സാമ്പത്തിക രംഗത്ത് പിന്നോക്കം നിൽക്കുന്നവരെ, സമൂഹത്തിൽ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളോടൊപ്പം നീ ഉണ്ടാവണം. അവരോടൊപ്പമാണ് നീ ഉണ്ടാവേണ്ടത്. ഇവിടുത്തെ പ്രമാണിമാരും സമ്പന്നന്മാരും അവരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നീ ഒഴിവാക്കരുത്. അള്ളാഹുവിൻ്റെ ഒരു താക്കീതാണ്, ഒരു നിർദ്ദേശമാണ്. ആ ആയത്തിന് ശേഷമാണ് അള്ളാഹു രണ്ടാളുകളുടെ ഉദാഹരണം പറയുന്നത്. ഒരാൾ സമ്പന്നനാണ്, പക്ഷേ അയാൾ ആ സമ്പത്തിലൂടെ ദൈവനിഷേധിയാകുന്നു. മറ്റൊരാൾ വിശ്വാസിയാണ്, പക്ഷേ അയാൾ സാമ്പത്തികമായി വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നു. മാത്രവുമല്ല, ഈ പ്രയാസം അനുഭവിക്കുന്ന ആളെ എന്തു ചെയ്യുന്നു? യഥാർത്ഥത്തിൽ മറ്റേ സമ്പന്നനായിട്ടുള്ള വ്യക്തി പരിഹസിക്കുകയും അവൻ്റെ മേൽ അഹങ്കരിക്കുകയും ചെയ്യുന്ന ദുരന്ത കാഴ്ച. ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറയും, നിങ്ങൾക്ക് പടച്ചോൻ്റെ ആളായിട്ടും നിനക്കൊക്കെ എന്താ ഉള്ളത്, നിങ്ങൾ ചെയ്യണൊക്കെ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തരണ്ടേ എന്നൊക്കെ തെളിവായിട്ട് പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തികമായ സൗകര്യമില്ലാത്തത് ഒരു ദോഷമല്ലെന്നും, എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ഔന്നിത്യവും സമ്പന്നതയും ലഭിക്കുമ്പോൾ അതൊരു പക്ഷേ നമുക്ക് ദോഷമായി തീരാമെന്നുള്ള ഒരു വലിയ അറിവ് നമുക്ക് നൽകുന്നതാണ് ഈ 32-ാമത്തെ വചനം മുതലുള്ള ചില വാക്യങ്ങൾ. നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. വദ്രിബ് ലഹും മസലർ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ വദ്രിബ് ലഹും മസല. വദ്രിബ് ലഹും മസലൻ, അവർക്ക് ഒരു ഉപമ നീ പറഞ്ഞു കൊടുക്കുക, ഒരു ഉദാഹരണം അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക. റജുലൈൻ, രണ്ടാളുകളെക്കുറിച്ച് അവർക്ക് നീ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക. എന്നിട്ട് ആ രണ്ടാളെക്കുറിച്ച് പറയാണ്. ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബ്, അവരിൽ ഒരാൾക്ക് നാം ഉണ്ടാക്കി കൊടുത്തു, ഏർപ്പെടുത്തി കൊടുത്തു. എന്ത്? ജന്നതൈനി മിൻ അഅനാബിൻ, മുന്തിരികളുടെ 2 തോട്ടങ്ങൾ. യഥാർത്ഥത്തിൽ അത് മുന്തിരിത്തോട്ടമാണ്, പക്ഷേ മുന്തിരി മാത്രമാണോ അവിടെ ഉള്ളത്? അല്ല. വഹഫഫ്നാഹുമാ, ഹഫ എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു, വലയം ചെയ്തു. ആ മുന്തിരിത്തോട്ടത്തിന് ചുറ്റും എന്തുണ്ട്? വിനഹലിൽ, ഈത്തപ്പനകൾ കൂടെയുണ്ട്. ഈത്തപ്പനയിൽ നിന്നും മുന്തിരിയിൽ നിന്നും അയാൾക്ക് വരുമാനം ലഭിക്കുന്നു. അത് തീർന്നോ? നോക്കൂ നിങ്ങൾ, ഈ ഒരു ആളുടെ സമ്പത്തിനെക്കുറിച്ച് അള്ളാഹു പറയാണ്. ഈ വ്യക്തിക്കുള്ള സാമ്പത്തികമായ ഔന്നിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു അത് ചിത്രീകരിക്കുന്നത്. അയാൾക്ക് മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ തന്നെ മുന്തിരി എന്താ അറിയോ? ഏറ്റവും നല്ല കൃഷിയാണ് മുന്തിരി കൃഷി എന്ന് പറഞ്ഞാൽ. ഏറ്റവും നല്ല ആ തോട്ടം ഇങ്ങനെ അയാൾക്ക് എന്താ അറിയോ, ഓരോ സീസൺ ആകുമ്പോഴും നൽകിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ കൃഷി ചെയ്താൽ പിന്നെ കുറേ വർഷങ്ങൾ എന്ത് ചെയ്യാം, ആ മുന്തിരിയിൽ നിന്ന് വിളവെടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. അത് പ്രത്യേകിച്ച് യാതൊരു സംസ്കരണം ആവശ്യമില്ലാതെ കഴുകൻ ഭക്ഷിച്ചാൽ മതി. അത്ര നല്ല പഴം കിട്ടുന്നത് മുഴുവനും എന്താണ്? സമ്പത്താണ്. അത്ര നല്ല. നമ്മൾ പലതും അതിൻ്റെ തൊലി അയക്കുമ്പോൾ കുറേ നഷ്ടപ്പെട്ടു പോകില്ലേ. പിന്നെ വ്യത്യസ്തമായ മുന്തിരികൾ തന്നെ വ്യത്യസ്തമല്ലേ, വ്യത്യസ്തമായ മുന്തിരികളെ കൊണ്ടുള്ള ഒരു തോട്ടം. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും അവിടെ മുന്തിരിയെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഏറ്റവും വിശിഷ്ടമായ പഴം. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ, തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഉണ്ട് അവിടെ. തോട്ടങ്ങളെ പറ്റി പറഞ്ഞിട്ട് പിന്നെ മുന്തിരിയെക്കുറിച്ച് വേറെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല
2 മുന്തിരിത്തോട്ടങ്ങൾ നൽകി. 2 മുന്തിരിത്തോട്ടങ്ങൾ. അപ്പോൾ ഇരട്ടി വരുമാനം. എന്നിട്ടോ അതിനെ ഈത്തപ്പന കൊണ്ട് എന്ത് ചെയ്തു? വലയം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചുറ്റും ഈത്തപ്പഴങ്ങളുണ്ട്. വജഅൽനാ ബൈനഹുമാ സർആ, അവ രണ്ടിനുമിടയിൽ നാം കൃഷിയുമുണ്ടാക്കി. അവക്കിടയിൽ മറ്റു വരുമാനങ്ങൾ ലഭിക്കുന്ന ഇടവിളകളും ഇടകൃഷികളും അവർക്കുണ്ട്. ഇപ്പോൾ എന്തുമാത്രം കാർഷിക സമ്പത്താണ് അന്നത്തെ ഏറ്റവും വലിയൊരു സമ്പത്ത്. ഇന്നും അങ്ങനെ തന്നെയാണ്. കാരണം കൃഷി എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഭക്ഷണമാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കാർഷിക സമരം നടക്കുകയാണ്. എവിടെ വെച്ചാൽ സമ്പത്ത് മുഴുവനും എന്ത് ചെയ്യുക, ഈ പെട്രോളും അതേപോലെ തന്നെ എയർപോർട്ടുകളും ഒക്കെ ഉടമപ്പെടുത്തിയ മുതലാളിമാർ, സമ്പന്നന്മാർ, കോർപ്പറേറ്റുകൾ എന്ത് ചെയ്യുക അറിയോ? മനുഷ്യൻ്റെ ഭക്ഷണത്തെ വലിയ ഗോഡൗണുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ശേഖരിക്കുക. എന്നിട്ട് ശേഖരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക അറിയോ? ഇവിടെ ടൈറ്റ് ഉണ്ടാക്കുക, ഇവിടെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ ഉയർന്ന വിലക്ക് വിൽക്കുക. ഇപ്പോൾ നമ്മൾ നിത്യോപയോഗ സാധനമാണ് ഉള്ളി അറിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കണില്ലേ? നമുക്ക് എത്ര രൂപ കിട്ടിയ? 10 രൂപക്കും 15 രൂപക്കും 20 രൂപക്ക് കിട്ടുന്ന ഉള്ളിക്ക് 200 രൂപ വരെ ആയി. നമ്മൾ കൊടുത്തില്ലേ? ആരെങ്കിലും വാങ്ങാതിരുന്നോ? അത് വാങ്ങും. 20 രൂപേൻ്റെ ഉള്ളി 200 രൂപക്ക് വാങ്ങും. അപ്പോൾ സമ്പത്ത് മൊത്തം കൊള്ളയടിച്ച് സൂക്ഷിച്ച് വയ്ക്കുക, എന്നിട്ട് പിന്നെ കിട്ടാതെ ആകുമ്പോൾ വലിയ വിലക്ക് വിൽക്കുക. അപ്പോൾ എത്രയും കൃഷി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സമ്പത്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത്ര വലിയ മൂലധനങ്ങൾ മുടക്കില്ലാതെ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഭവമാണ്. അങ്ങനെ അയാൾ അങ്ങനത്തെ ഒരു മനോഹരമായ 2 മുന്തിരിത്തോട്ടം, ചുറ്റുഭാഗവും ഈത്തപ്പന മരങ്ങൾ, പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റു ഇടവിളകൾ, അങ്ങനെയുള്ള ഒരു നല്ല തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ ഇവിടെ 2 വ്യക്തികളെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ആ 2 വ്യക്തികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ ആരാന്ന് ചോദിച്ചാൽ ഒന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യാണ്? അശാക്കിറുൽ നിഅമത്തില്ല വൽ കാഫിറുൽ ലഹ. 2 ആളുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നന്ദി കാണിക്കുന്ന ആളും ഒന്ന് അള്ളാഹുവിന് അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ആളുമാണ് 2 ആൾക്കാർ. ഇനി 33 നോക്കൂ. കിൽതൽ ജന്നതൈനി ആതത് ഉക്ലഹാ വലൻ തസ്ലിം മിൻഹു ശൈഅ. കിൽതൽ ജന്നതി, ആ 2 തോട്ടങ്ങളും ആതത് ഉക്ലഹ, അവയുടെ ഫലങ്ങൾ അവ നൽകി വന്നു. തോട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ഒരു വരുമാനവും കിട്ടാത്ത എത്ര തോട്ടങ്ങളുണ്ട്. ഇതങ്ങനെയല്ല. ആ തോട്ടത്തിൽ നിന്ന് കിട്ടേണ്ട മാക്സിമം, പരമാവധി പഴങ്ങളും സമ്പത്തുകളും കൃഷിയും അവർക്കത് നൽകിക്കൊണ്ടിരുന്നു. അതിനെ ഒന്നും കൂടെ നമുക്ക് വ്യക്തമാകാൻ അള്ളാഹു അടുത്ത വാചകത്തിൽ പറയുന്നു, വലൻ തസ്ലിം മിൻഹു ശൈഅ, അതിൽ യാതൊരു ക്രമക്കേടും ആ തോട്ടം കാണിച്ചില്ല. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കൊടുക്കേണ്ട ഫലത്തിൽ ഒരു കുറവും അത് വരുത്തിയില്ല. അത്തരമൊരു തോട്ടത്തിൽ നിന്ന് പരമാവധി പ്രതീക്ഷിക്കാവുന്ന പഴങ്ങളും സമ്പത്തുക്കളും അവർക്ക് നൽകിക്കൊണ്ടിരുന്നു, അവന് നൽകിക്കൊണ്ടിരുന്നു. നല്ല വരുമാനമുള്ള തോട്ടം, അത് ശരിക്കും അവനുള്ള ഫലം നൽകിക്കൊണ്ടിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, പലപ്പോഴും കൃഷിയെക്കുറിച്ച് കൃഷിക്കാരൻ്റെ ആശങ്ക എന്താ നിങ്ങൾ? അതിൻ്റെ വെള്ളത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് മുന്തിരിക്ക് ഏറ്റവും വെള്ളം ആവശ്യമുള്ളൊരു കൃഷിയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനുള്ള വെള്ളം ലഭിക്കുക എന്ന് അയാൾക്ക് യാതൊരു പ്രയാസമില്ല. കാരണം എന്താ? വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ, ആ 2 തോട്ടത്തിൻ്റെയും ഇടയിൽ കൂടി നാം ഒരു നദി കീറുകയും ചെയ്തു. ഒരു ഉറവ പൊട്ടിച്ചു കൊടുത്തു അല്ലാഹു. ഒരു നല്ല ഉറവ് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോവുക. വെറുതെ ഭൂമിയിൽ നിന്ന് വെള്ളം വരിക, ദേവി നനയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം നല്ല ഒരു നദി അതിൻ്റെ ഇടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഇത്തരം സുരക്ഷിതമായൊരു സാമ്പത്തിക അവസ്ഥ മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സംഭവിക്കുക? അത് മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റും. അത് സമ്പത്ത് മാത്രമല്ല സുഹൃത്തുക്കളെ, സമ്പത്ത് മാത്രമല്ല, മനുഷ്യനിന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും ദോഷമായ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മോശം സ്വഭാവമാണ് എന്താ പറയുക? ഉജ്ബ്. ഉജ്ബ് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കഴിവുകളിലുള്ള എന്താണ് അമിതമായ മതിപ്പ്. അത് എന്നെ അക്രമങ്ങളിലേക്കും തെറ്റിലേക്കും നയിക്കാൻ. എനിക്കെന്താ വരാൻ? എനിക്ക് ആൾക്കാരില്ലേ, എനിക്ക് പണമില്ലേ, എനിക്ക് അധികാരമില്ലേ, എന്തുമാവാം.
അത് നോക്കൂ നിങ്ങൾ, ഇന്ന് ജനങ്ങളെ മുഴുവനും ചുട്ടുകൊന്ന് വംശഹത്യ വരുത്തുന്ന, അതേപോലെ തന്നെ വളരെ വലിയ ക്രൂരമായ കൊലപാതകങ്ങൾ ആസ്വദിച്ചൊക്കെ മനസ്സെന്താ? നമ്മളെ ഇന്ത്യയിൽ നമുക്കൊന്ന് വരാം, നമുക്ക് അധികാരമുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, നമുക്ക് എന്തും ആവാന്ന്. പണം കൊണ്ട് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ലല്ലോ എന്നാണ് അവർ ഓരോരുത്തരും വിചാരിക്കുന്നത്. ആ മനസ്സാണ് ഉണ്ടാവുകയാണ്, മനസ്സിലായി? അപ്പോൾ തൻ്റെ കാർക്കണ്ട് കയറുമ്പോൾ, തൻ്റെ ആ വലിയ കൊട്ടാരത്തിലേക്കണ്ട് കയറുമ്പോൾ, തൻ്റെ അധികാര കരസേനയിലേക്കണ്ട് ഇരിക്കുമ്പോൾ, ആ തോട്ടത്തിലേക്കണ്ട് പ്രവേശിക്കുമ്പോൾ അവൻ്റെ മനസ്സിലെ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും നന്ദികേടിൻ്റെയും വാക്കുകൾ, ഇതൊക്കെ നിത്യജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. മനസ്സൊക്കെ ഈ ഒരു അഹങ്കാരം കയറുമ്പോഴേ അതവൻ്റെ നടത്തത്തിൽ, ഭാവത്തിൽ, മുഖത്ത്, വാക്കിലൊക്കെ പ്രകടമാകും. നമ്മൾ ഭയപ്പെടണം. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി. അവൻ തൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. എങ്ങനെ പ്രവേശിച്ചത്? വഹുവ ളാലിമുൻ ലിനഫ്സി. അവൻ അവൻ്റെ സ്വന്തത്തോട്, അവൻ തന്നോട് തന്നെ അക്രമിയായും കൊണ്ട്. എന്താണ് ഇവിടെ ളാലിമുൻ ലിനഫ്സി? തന്നോട് തന്നെ അക്രമം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുഫസ്സിറുകൾ പറഞ്ഞു, അതാണ് ഉജ്ബ്. തൻ്റെ സമ്പത്തിലും തൻ്റെ സൗകര്യത്തിലും അധികാരത്തിലുമുള്ള അഹങ്കാര ഭാവം അത് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ പ്രകടമാകും. അതാണ് ബഹുവ, തന്നോട് അക്രമം കാണിക്കുക. അത്തരം സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മളെ ബാധിച്ചിട്ടേ മറ്റുള്ളവരെ ബാധിക്കുള്ളൂ. സ്വത്തിലും സമ്പത്തിലും സൗകര്യങ്ങളിലും മക്കളിലൊക്കെ അഹങ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ അഹങ്കരിക്കുന്ന ആളുകൾക്കേ ആ അഹങ്കാരത്തിൻ്റെ ദോഷം അവർക്ക് വന്നിട്ടേ മറ്റുള്ളവർക്ക് വരും. ഇതിൻ്റെ വലിയൊരു തകരാറും താരങ്ങൾ, ഉള്ളവർക്ക് ഇല്ലാത്തവരെ കാണുമ്പോൾ പുച്ഛമാണ്. ഉള്ളവർക്ക് ഇല്ലാത്തവരെ കാണുമ്പോൾ പുച്ഛമാണ്. പൈസ ഉള്ളവന് പണമില്ലാത്തവനെ കാണുമ്പോൾ, അധികാരമുള്ളവന് അധികാരമില്ലാത്തവനെ കാണുമ്പോൾ, ഭംഗിയുള്ളവന് ഭംഗിയില്ലാത്തവനെ കാണുമ്പോൾ പുച്ഛമാണ്. വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറുക. അത് നമുക്ക് തന്നെയാണ് ആത്യന്തികമായി ദോഷമുണ്ടാകുക. നോക്കൂ നിങ്ങൾ, സമ്പത്തിൻ്റെ മഹിമ കൊണ്ടും അതിൻ്റെ മഹത്വം കൊണ്ടും എന്താണ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ അഹങ്കാരത്തോടെ അപകടപ്പെടുത്തിയ വ്യക്തി, അയാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ. അയാൾക്ക് പശ്ചാത്താപം ഉണ്ടാവും, തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മളെപ്പോഴും നമ്മളുടെ സമ്പത്തിൻ്റെ അഹങ്കാരത്തിൽ നമ്മളെയാണ് നശിപ്പിക്കുന്നത്. മറ്റുള്ളവർക്കൊന്നും സംഭവിക്കില്ല, നമുക്കേ സംഭവിക്കുള്ളൂ. എന്നിട്ട് എന്താണ്, അവന് അക്രമിയായിക്കൊണ്ടാണ് തൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചത്. എന്താണ് അവൻ പറഞ്ഞത്? കാലമാ അളുന്നു അന്തബേദ ഹാദിഹി അബദ. എന്താ പറയണത്? ഒരു കാലത്തും ഈ തോട്ടം നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. ഒരു കാലത്തും ഈ തോട്ടം നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. അധികാരങ്ങളോ പണമോ ഉള്ളവൻ്റെ മനസ്സിരിപ്പാണിത്. മനസ്സിലിരിപ്പ് എന്താ അറിയോ? ഈ സ്ഥാപനം എനിക്കുണ്ടാവും, ഈ കൃഷി എനിക്കുണ്ടാവും, ഈ ജോലി എനിക്കുണ്ടാവും, ഈ അധികാരം എനിക്കുണ്ടാവും, അത് ഞാൻ ഉള്ളിടത്തോളം കാലം എനിക്കുണ്ടാകും, പിന്നെ എനിക്കെന്തു ഭയപ്പെടാൻ എന്നാണ് അവൻ പറയുന്നതിൻ്റെ വാക്ക്. അപ്പോൾ ഈ ധിക്കാരങ്ങളും അക്രമങ്ങളൊക്കെ കാണിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാവുമല്ലോ. എന്ത്? നാളെ ഒരു പരലോകം ഉണ്ടല്ലോ, ഒരു തിരിച്ചുവരവുണ്ടല്ലോ, അവിടെ എന്താവുക എന്നുള്ളൊരു പേടിയുണ്ടല്ലോ. അതിനവർ കണ്ടെത്തുന്ന ന്യായം നോക്കൂ നിങ്ങൾ. അന്ത്യസമയം സംഭവിക്കുന്ന ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരലോകം എന്നുള്ള ഒന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ ഞാൻ അവിടെ ചെല്ലുകയാണെങ്കിൽ, എൻ്റെ റബ്ബിൻ്റെ അടുക്കിലേക്ക് ഞാൻ മടക്കപ്പെട്ടാൽ തന്നെ ഇതിനേക്കാളും നല്ലതായൊരു സ്ഥാനം അവിടെ എനിക്ക് കിട്ടുമെന്നാണ്. അതായത് ഇഹലോകത്ത് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ
അത് പരലോകത്ത് അനുഗ്രഹങ്ങൾ കിട്ടുവാനുള്ള ഒരനിവാര്യതയാണ്. ഇവിടെ കിട്ടിയിട്ടുണ്ടോ അവിടെയും കിട്ടും. എന്താ തെളിവ്? ഇവിടെ ആളുകളൊക്കെ ഗതിയില്ലാതെ അലയുമ്പോൾ എന്നെ മാത്രം അല്ല പരിഗണിച്ചില്ലേ? അല്ല തന്നെയല്ല അവിടെ ഉള്ളത്, അവിടെയും എന്നെ പരിഗണിക്കുന്നു. പലപ്പോഴും സമ്പത്തിൽ അഹങ്കരിക്കുന്ന ആളുകളിൽ നിന്ന് എന്തൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ചില ആളുകൾ എന്താ പറയുക, ഞങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്കൊന്നും ഒരു സംഗതി നടക്കൂല, നിങ്ങളിപ്പോൾ വലിയ ദീൻ്റെ ആൾക്കാരാണ് ഒക്കെയാണ്, പക്ഷേ ഞങ്ങൾ വേണ്ടേ? ഈ കള്ളുടയന്മാരും തോന്നിയാസികളൊന്നും നിങ്ങൾ വിചാരിക്കണ ഞങ്ങളെ പൈസ ഇല്ലാതെ നിങ്ങൾക്ക് വല്ലതും നടക്കുമോ എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയും നിങ്ങൾക്കിത് തരാൻ ഞങ്ങൾക്ക് എന്താ ബാധ്യത, നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള വഴി കണ്ടെത്തിക്കോളൂ, നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് എന്താ ബാധ്യത? എന്തൊക്കെ ചോദ്യങ്ങളെ ചോദിക്കുന്ന ആളുകൾ. ഇത്തരം മനസ്സ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ പരലോകം നഷ്ടപ്പെട്ടു പോരും. സൂത്ര ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടെന്താണ്? പരലോകം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ. അപ്പോൾ മനോഹരമായൊരു ഉപമയാണിത്. ഇതിൽ ഇനി ഇത് അനുഗ്രഹങ്ങൾ നിഷേധിച്ച വ്യക്തിയെക്കുറിച്ചാണ്. ഇനി അനുഗ്രഹങ്ങളെ ഒക്കെ നന്ദി കാണിച്ച ആളെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതൊന്നും ഏത് കാലഘട്ടത്തിലും ഇമാം സഅദി പറഞ്ഞതുപോലെ അത് ഏതെങ്കിലും എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരും നിഷേധം കാണിക്കുന്നു. എന്നാൽ സാമ്പത്തിക അഭിവൃദ്ധിയും സൗകര്യങ്ങളുള്ള ആളുകളിൽ എത്രയോ വിനയാന്വിതന്മാരെ നമ്മൾ കാണുന്നുണ്ട്, എത്രയോ സന്മനസ്സുള്ളവരെ കാണുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണുന്നുണ്ട്. അവർക്ക് സമ്പത്ത് ഗുണമാണ്, അല്ലാത്തവർക്ക് സമ്പത്ത് എന്താണ്, ദോഷമാകുന്നു എന്നാണ്. ഇടക്കാലത്ത് പണം കയ്യിൽ വന്ന, സമൃദ്ധമായി പണം കയ്യിൽ വന്ന പല ആളുകളുമാണ് മനോഭാവം. തുടക്കത്തിൽ തന്നെ പണമുള്ള ആളുകൾ അങ്ങനെയാണ് പോയിക്കോളും. സത്യത്തിൽ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇഫ്തിഖാറു ബി അംറിൻ ഖാരിജിൻ ലൈസ ഫിഹി ഫളീല. അതായത് ഫളീല നഫ്സി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയൂ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് കൊടുത്ത പുറത്തുള്ള അനുഗ്രഹങ്ങളാണ്. ഇത് അവനുമായി വലിയൊരു ബന്ധമൊന്നും ഈ കാര്യത്തിനില്ല. അതുകൊണ്ട് തൻ്റേതല്ലാത്ത, തനിക്ക് നിയന്ത്രണങ്ങളില്ലാത്ത, തനിക്ക് തടുത്തു വെക്കാനോ നേടാനോ പറ്റാത്ത ഇത്തരം കാര്യങ്ങളിൽ അഹങ്കരിക്കുന്നവനെ കുറിച്ച് പറയുമ്പോൾ എന്താ അറിയോ, എന്താണ്? ബി മൻസിലിഹി ഫഖ്റു സ്വബീബിൽ അമാനി. ഒന്നിനും കഴിയാത്തൊരു കുട്ടി വ്യാമോഹങ്ങൾ കാണുന്ന പോലെ. ഒരു 2 വയസ്സായ കുട്ടി പറയാൻ ഞാനൊരു വിമാനം വാങ്ങും, എന്നിട്ട് എവിടെ ഇറക്കും, എന്നിട്ട് ഇതിലാണ് കയറിയിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകും എന്നൊക്കെ പറയില്ല കുട്ടി. ആകാശത്ത് വിമാനം പോകുകയാണുമ്പോൾ അവൻ പറയും. അതിനെപ്പറ്റി ഇപ്പം എന്താ പറയാം? ഇതുപോലെ ആണെന്നാണ് നമ്മൾക്ക് അള്ളാഹു തന്നു. ഏത് സമയത്ത് നമ്മളൊന്ന് പിൻവലിക്കുന്ന ഇത്തരം അനുഗ്രഹങ്ങളുടെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകൾ നോക്ക്. നിങ്ങൾ എത്ര വലിയ ഉന്നതന്മാരാണ് നിമിഷങ്ങളെ കൊണ്ട് ജയിലിലായത് നമുക്കറിയില്ലേ? വലിയ വലിയ സുഖലോലുപന്മാരും സമ്പന്നന്മാരൊക്കെ പിന്നെ ജയിലറക്കുള്ളിലാണ്. ഒരു ദരിദ്രൻ്റെ ജീവിതത്തിൻ്റെ സുഖം ജയിലിൻ്റെ ഉള്ളിലുണ്ടോ? പട്ടിണി കിടക്കുന്ന ഒരു ദരിദ്രനാണെങ്കിലും ആരെയും ഭയപ്പെടണ്ടല്ലോ സുഹൃത്തുക്കളെ, സുഖമായിട്ട് കിടന്നുറങ്ങിക്കൂടെ? ആ സ്ഥാനത്തുക്കല്ല പിന്നെ അവർ താഴുന്നത്. ഒരു വെളിച്ചം കാണാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് മാറിപ്പോകുന്നൊരു സാഹചര്യം അവർക്ക് വരാം എന്നുള്ളതാണ് നമ്മൾ കാണുക. അപ്പോൾ അതൊക്കെ അതൊരു കുട്ടിയുടെ വ്യാമോഹത്തെ പോലെയാണ്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വ്യാമോഹത്തെ പോലെ. നമ്മുടെ കയ്യിലില്ലാത്ത അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ എന്താണ് അറിയാം, ഇഹലോകത്ത് പൂർണ്ണമായും അള്ളാഹുവിനുള്ള ആരാധനകളെ നിരാകരിച്ച് ജീവിക്കാൻ അവർ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? ഇഹലോകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പരലോകത്തും കിട്ടുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്ത് 49-50 ഇതിന് സമാനമായ ആയത്താണ്. ഖുർആൻ എടുത്ത് നോക്കുന്നുണ്ട്. 49-50 ഫുസ്സിലത്തിൽ ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈരി വഇൻ മസ്സഹു ശർറു ഫയഊസുൻ ഖനൂത്ത്. ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈർ. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യൻ മടുക്കൂല. പടച്ചോനെ എനിക്ക് കൊട്ടാരം തരണേ, വീട് തരണേ, എനിക്ക് വാഹനം തരണേ, എൻ്റെ മക്കൾക്ക് നല്ല ഭാവി തരണേ എന്ന് എത്ര പ്രാർത്ഥിച്ചാലും അവന് മടുക്കൂല. എന്നാൽ വല്ല ദോഷവും അവന് ബാധിച്ചാലോ അങ്ങേയറ്റം നിരാശനാകുന്നു അവൻ. എന്നാൽ അവന് ബാധിച്ച ബുദ്ധിമുട്ട് നീക്കിയിട്ട് അവന് അനുഗ്രഹം ഞാൻ കൊടുക്കുകയാണെങ്കിലോ
ലയഖൂലന്ന ഹാദാ ലീ വമാ അളുന്നു സ്സാഅത ഖായിമ. ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് എന്നാവൻ പറയാം. പിന്നെ പെണ്ണെന്താ? വമാ അളുന്നു സ്സാഅത ഖായിമ, പരലോകം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല. വല ഇർറുജിഅ്തു ഇലാ റബ്ബി, എൻ്റെ റബ്ബിങ്കിലേക്ക് ഞാൻ മടക്കപ്പെട്ടാൽ തന്നെ ഇന്നലി ഇൻദഹു ലൽ ഹുസ്ന, എനിക്ക് അവിടെ ഏറ്റവും നല്ല പദവികളും ഏറ്റവും നല്ല അവസ്ഥകളുമുണ്ട് എന്നാണ് അവൻ അവിടെ വെച്ചുകൊണ്ട് പറയാ എന്ന് എന്തെങ്കിലും വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ആർക്കെങ്കിലും സമ്പത്ത് കുറഞ്ഞു പോയിട്ടുണ്ടോ? വിഷമിക്കേണ്ട. അള്ളാഹു നമ്മുടെ പരലോകം നന്നാക്കാൻ വേണ്ടി തന്നതാണ്. ഇനി എന്തെങ്കിലും കഴിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ വാക്കും പ്രവൃത്തിയും നല്ല സൂക്ഷിച്ച് പറഞ്ഞോളൂ. ഇത് നമ്മുടെ കയ്യിലല്ല, ഏത് സെക്കൻഡിലും പിൻവലിക്കാൻ അള്ളാഹുവിന് കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് സുഹൃത്തുക്കളെ പറയാനുള്ളത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇത് നമ്മൾ ഉൾക്കൊള്ളുക, പഠിക്കുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ഖുർആൻ നമുക്ക് തരുന്ന മഹത്തായ സന്ദേശങ്ങളാണ്. ഇഹലോകത്തും പരലോകത്തും നമുക്ക് ദുരന്തങ്ങൾ വന്നു പോവാതിരിക്കാനാണ് അള്ളാഹു സമ്പത്തും സൗകര്യങ്ങളും കിട്ടി അതിലഹങ്കരിച്ച് നന്ദികേട് കാണിച്ച് നഷ്ടപ്പെടുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ